പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ ദൈവം, എൻ്റെയും നിങ്ങളുടെയും ദൈവം നമ്മൾ നനയ്ക്കുന്നതിനേക്കാൾ, നാം ചിന്തിക്കുന്നതിനേക്കാൾ അത്യന്തപരമായി നമുക്ക് വേണ്ടി ചെയ്യുന്നവനാണെന്ന് നാം ഉറച്ചു വിശ്വസിക്കണം. നമുക്ക് അസാധ്യമായ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നവരാണ് നമ്മുടെ കർത്താവ് എന്ന് നാം ഉറച്ചു വിശ്വസിക്കണം. അത്രയും വലിയവനാണ് നമ്മുടെ ദൈവമെന്ന് നാം ഉറച്ചു വിശ്വസിക്കണം. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് നാം വിശ്വസിക്കണം. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നതായ ഓരോ വാഗ്ദത്തങ്ങളും അതിലൊന്നാണ് നാം നനയ്ക്കുന്നതിനേക്കാൾ, നാം ചിന്തിക്കുന്നതിനേക്കാൾ അത്യന്തം വരം ചെയ്യുന്നവനാണ് എന്നുള്ളത്. ആ അത്രയും വലിയവനായ കർത്താവിനെയാണ് നാം മുറുകെ പിടിച്ചിരിക്കുന്നത്. ആ കർത്താവിനോടൊപ്പമാണ് നാം ചേർന്ന് നിൽക്കുന്നത് എന്ന് ദൈവമക്കളെ നാം ഓരോരുത്തരും ചിന്തിക്കുകയും വിശ്വസിക്കുകയും അതിൽ ഉറപ്പുള്ളവരായിരിക്കണം. കർത്താവിൽ നാം ഉറച്ചു വിശ്വസിക്കണം. നമ്മുടെ ദൈവത്തിന് സാധിക്കാത്തതായ ഒരു കാര്യം തന്നെ ഇല്ല എന്ന് നാം വിശ്വസിക്കണം. നമ്മുടെ ജീവിതത്തിൽ പല 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 പ്രശ്നങ്ങളും കടന്നു വരും. പല വിധമായ പ്രശ്നങ്ങൾ പിശാച് കൊണ്ടിടും, പല വ്യക്തികളിലൂടെ കൊണ്ടുവിടും, പല സാഹചര്യങ്ങൾ കടന്നു വരും. പക്ഷേ നമ്മോട് പറഞ്ഞവൻ ആര്? നമ്മോട് പറഞ്ഞവൻ ഈ ലോകത്തെ തന്നെ സൃഷ്ടിച്ച, ഈ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന, ഈ ലോകത്തിലെ സകല ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നതായ ദൈവമാണ്. വലിയവനായ, ശക്തനായ, വീരനായ ദൈവമാണെന്ന് നാം വിശ്വസിക്കണം. നമ്മുടെ ദൈവത്തിന് കഴിയാത്ത ഒന്നും തന്നെയില്ല. മരണത്തെ തന്നെ ജയിച്ചവനാണ്. മരണത്തിനെ ജയിച്ചവനാണ്. റോമൻ സാമ്രാജ്യം കർത്താവിനെ മുദ്രയിട്ട്, കല്ല് വച്ച് മുദ്രയിട്ട് വച്ചിട്ടും അതിനെല്ലാം, ആ മുദ്രയെല്ലാം പൊട്ടിച്ച് പുറത്തു വന്നവനാണ് നമ്മുടെ ദൈവം. അത്രയും ശക്തനായ ദൈവത്തെ നാം മുറുകെ പിടിക്കുകയാണെങ്കിൽ, നാം ദൈവത്തോട് നമ്മെ കരം പിടിക്കുവാൻ, നമ്മുടെ കരത്തെ നാം ആ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട് നമ്മുടെ കരത്തെ ആ കർത്താവിനോട് ഒന്ന് പിടിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടാൽ, കർത്താവ് നമ്മെ പിടിച്ചു നടത്തുകയാണെങ്കിൽ നിശ്ചയമായും നമുക്ക് ഒരു അനർത്ഥങ്ങളോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ കടന്നു വരികയില്ല. നാം ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ കൊടുക്കാതിരിക്കുമ്പോഴാണ് നമ്മെ പലവിധ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നാം അതിൽ തകർന്നു പോകുന്നത്, നാം നശിച്ചു പോകുന്നത്. പക്ഷേ ഒരു പിതാവിന്റെ കരത്തിൽ അല്ലെങ്കിൽ ഒരു മാതാവിന്റെ കരത്തിൽ ഒരു കുഞ്ഞ് പിടിച്ചാൽ ആ കുഞ്ഞ് മറ്റൊരാള് വന്ന് പിടിക്കുകയോ ഒരു അപകടം വന്നാൽ ആ കുട്ടിയുടെ കൈ മാതാവിന്റെ അല്ലെങ്കിൽ പിതാവിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോകും. എന്നാൽ മറിച്ച് ആ മാതാവാണ് ആ കുഞ്ഞിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നുവെങ്കിൽ, പിതാവാണ് ആ കുഞ്ഞിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നു എങ്കിൽ ആ കുഞ്ഞിന് ഒരു അനർത്ഥവും ആപത്തും വരാതെ കാക്കുവാനിടയാകും. നടന്നു പോകുമ്പോൾ കാൽ കല്ലിൽ തട്ടിയാലും ആ മാതാവ് അല്ലെങ്കിൽ പിതാവ് പിടിച്ചിരിക്കുന്നത് മുഖാന്തരം ആ കുട്ടിക്ക് അവിടെ ഒരു ആപത്തും വരത്തില്ല, അവിടെ ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. പോകുന്ന വഴിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, കല്ലുകൾ ഉണ്ടാകും, മുള്ളുകൾ ഉണ്ടാകും, പറക്കാരകൾ ഉണ്ടാകും. പക്ഷേ അവിടെ പിടിച്ചിരിക്കുന്നത് തൻ്റെ പിതാവ് അല്ലെങ്കിൽ മാതാവ് ആയതുകൊണ്ട്. അപ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ പിതാവായിരിക്കുമ്പോൾ, നാം നമ്മുടെ കർത്താവിനെ പിതാവായി സ്വീകരിച്ചിട്ട് നാം കർത്താവിന്റെ മക്കൾ എന്ന് അഭിമാനിക്കുമ്പോൾ, കർത്താവിനെ കൊള്ളിച്ച് നമ്മുടെ കരത്തെ പിടിക്കുവാനായിട്ട് നാം ആഗ്രഹിക്കണം. കർത്താവ് നമ്മുടെ കരം പിടിക്കണം. കർത്താവ് നമ്മുടെ കരം പിടിച്ചാൽ, ആ വലിയവനായ കർത്താവ് നമ്മുടെ കരം പിടിച്ചാൽ ഒരു അനർത്ഥങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടുകൾക്കും ഒരു പിശാചിനും ഒരു പൈശാചിക ശക്തികൾക്കും നമ്മെ തകർക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കുകയില്ല എന്നുള്ള ആ ഉറപ്പുള്ളതായ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. നമ്മുടെ കരം കർത്താവ് പിടിച്ചിട്ടുണ്ടോ എന്ന് നാം എപ്പോഴും ആരായണം.
കർത്താവ് നമ്മുടെ കരത്തെ പിടിക്കണമെങ്കിൽ നാം കർത്താവിനെ കീഴ്പ്പെട്ടിരിക്കുന്ന, കർത്താവിനെ അനുസരിക്കുന്ന, കർത്താവ് നമ്മോട് പറയുന്ന വാക്കുകൾ കേട്ടനുസരിക്കുന്ന വ്യക്തി ജീവിതങ്ങളായിരിക്കണം. നാം തന്നെ മാതാപിതാക്കളായിരിക്കുന്ന നാം മക്കളോട് ഉപദേശിക്കും. പക്ഷേ മക്കൾ അത് കേൾക്കുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മൾ അവരെ നീ അനുഭവിച്ചിട്ട് മടങ്ങി വാ എന്ന് നാം ചിന്തിച്ച് അവരെ വിടും. അവർ പോകുന്ന വഴിക്ക് വിടും. അതാണ് പണ്ടുള്ളവർ പറയും, ചൊല്ലിക്കൊട് തല്ലിക്കൊട് തള്ളിക്കള. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആദ്യം ചൊല്ലിക്കൊടുക്കും, നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, ഉപദേശിക്കും, എന്നിട്ട് നമ്മൾ ശിക്ഷിക്കും. അതിലൊന്നും അവർ അനുസരിക്കുന്നില്ലെങ്കിൽ നാം അവർ പോകുന്ന വഴിക്ക് വിട്ടുകൊടുക്കും. ആ പോകുന്ന വഴിയിൽ അവർ പോയി ബുദ്ധിമുട്ടുകളിൽ, പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ പെടുമ്പോൾ അവർ മടങ്ങി അപ്പനും അമ്മയും എന്താണോ പറഞ്ഞത്, രക്ഷകർത്താക്കൾ എന്താണോ പറഞ്ഞത്, അതിൻ പ്രകാരം അവർ മടങ്ങി വരുവാനിടയാകും. അതുപോലെ തന്നെയാണ് കർത്താവ് നമ്മെ ചെയ്യുന്നത്. കർത്താവ് നമ്മളോട് സംസാരിക്കും. കർത്താവ് പറഞ്ഞ കൽപ്പനകളെ നാം അനുസരിക്കുന്നു എന്ന് നോക്കും. അനുസരിക്കുന്നില്ലെങ്കിൽ ചെറിയ ശിക്ഷകൾ നമുക്ക് തരും. അങ്ങനെയാണ് നമുക്ക് ചില ശോധനകൾ കടന്നു വരുന്നത്, ചില പ്രതികൂലങ്ങൾ കടന്നു വരുന്നത്, ചില പ്രശ്നങ്ങൾ കടന്നു വരുന്നത്. പക്ഷേ ആ ശോധനയിലൂടെയൊക്കെ പോയിട്ടും പ്രശ്നങ്ങളിലൂടെയൊക്കെ പോയിട്ടും മടങ്ങി വരുന്നില്ലെങ്കിൽ പോകുന്ന വഴിക്ക് ദൈവം വിടും. നീ ശരിയായി വരുമോ, എന്നെ അനുസരിക്കുമോ എന്ന് നോക്കി കർത്താവ് ഇരിക്കും. കാരണം കർത്താവ് നമ്മെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ കർത്താവ് ആ കയ്യെ അങ്ങ് ലൂസാക്കും. പറയുന്നത് അനുസരിക്കാതെ ആകുമ്പോൾ, ദൈവമക്കൾ എന്ന് അഭിമാനിക്കുന്ന നാം ഓരോരുത്തരും കർത്താവ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതെ ആകുമ്പോൾ കർത്താവ് നമ്മെ പിടിച്ചിരിക്കുന്ന ആ കരം ലൂസാക്കാൻ തുടങ്ങുമ്പോഴാണ് നാം കരകയറാൻ കഴിയാത്ത രീതിയിലുള്ള പ്രതികൂലങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നത്. അങ്ങനെ കടന്നു പോകുമ്പോൾ വീണ്ടും കർത്താവിന്റെ സന്നിധിയിൽ മടങ്ങി വന്ന് നിരപ്പ് പ്രാപിക്കുമ്പോൾ, കർത്താവെ അങ്ങ് പറഞ്ഞത് ഞാൻ കേട്ടില്ല, അനുസരിച്ചില്ല എന്ന് അനുതാപ ഹൃദയത്തോടുകൂടി കർത്താവിന്റെ സന്നിധിയിൽ വന്ന് മുട്ടുമടക്കുമ്പോൾ, കർത്താവിന്റെ സന്നിധിയിൽ വന്ന് താഴ്ന്നിരിക്കുമ്പോൾ കർത്താവ് വീണ്ടും ആ കരത്തെ പിടിച്ച് നമ്മെ വഴി നടത്തുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ദൈവമക്കളെ, പ്രശ്നങ്ങളിൽ ചെന്ന് പെടാതിരിക്കുവാൻ, പ്രതികൂലങ്ങളിൽ ചെന്ന് പെടാതിരിക്കുവാൻ, അതിൽ വീണ് പോകാതിരിക്കുവാൻ, അത് നമ്മെ തകർത്ത് കളയാതിരിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? കർത്താവിനെ അനുസരിച്ച് കർത്താവ് നമ്മുടെ കരത്തെ പിടിച്ചു നടത്തുവാനായിട്ട് ആ വലിയവനായ ദൈവം നമുക്ക് വലിയത് ചെയ്യും എന്നുള്ള ആ ഉറപ്പോടുകൂടി കർത്താവിനെ അനുസരിച്ച് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അനർത്ഥവും വരാതെ കർത്താവ് സൂക്ഷിക്കും, നമ്മെ പരിപാലിക്കും, നമ്മെ പിടിച്ചു നടത്തും എന്നുള്ള ഉറപ്പും വിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ വലിയവനായ ദൈവം, വിശ്വസ്തനായ ദൈവം, വീര്യപ്രവർത്തികൾ ചെയ്യുന്ന ദൈവം, മക്കൾക്ക് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി തൻ്റെ ജീവൻ നൽകിയ ദൈവം നമ്മുടെ കരം ഒരിക്കലും വിടാതെ നമ്മെ വഴി നടത്തുകയും നാം അനുഗ്രഹത്തിലേക്കും നന്മകളിലേക്കും പോകുവാൻ കാരണമായി തീരും. എല്ലാവരും അതിശയിക്കുന്ന രീതിയിൽ ദൈവം നമ്മെ വഴി നടത്തും. കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്ത്, കർത്താവിനെ കീഴ്പ്പെട്ട്, കർത്താവിനെ അനുസരിച്ച് മുന്നോട്ട് പോയ ഭക്തന്മാരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും. ബൈബിൾ ആദ്യം മുതൽ അവസാനം വരെയും നാം പഠിക്കുമ്പോൾ കർത്താവിനെ അനുസരിച്ച് പോയ ഓരോ ദൈവമക്കളും അനുഗ്രഹിക്കപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും. അവരെ പിശാച് പല രീതിയിലും പല തന്ത്രങ്ങളിലൂടെയും അവരെ പരീക്ഷിക്കുമ്പോഴും, അവരെ കർത്താവിന്റെ അനുസരണയിൽ നിന്ന്, കർത്താവിനെ കീഴ്പ്പെടുന്നതിൽ നിന്ന് മാറ്റുവാൻ ശ്രമിക്കുമ്പോഴും അവർ കർത്താവ് തൻ്റെ കരം വിടാതെ അവർ കർത്താവിനെ അനുസരിച്ച് മുന്നോട്ട് പോയപ്പോൾ
ഒരു പൈശാചിക ശക്തികൾക്കും അവരെ തകർക്കുവാൻ സാധിച്ചില്ല. കർത്താവ് അവരുടെ കരത്തെ പിടിച്ചിരുന്നത് കൊണ്ട്, അവർ ദൈവത്തെ അനുസരിച്ചിരുന്നത് കൊണ്ട്, കർത്താവിനെ അനുസരിച്ചത് കൊണ്ട്, കർത്താവിനെ കീഴ്പ്പെട്ടത് കൊണ്ട് കർത്താവ് ആ കരത്തെ വിടാതെ പിടിച്ച് അവരെ അനുഗ്രഹിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവരെ പിശാച് പല രീതിയിലും പരിശോധിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അബ്രഹാമിനെ പരിശോധിച്ചു, ഇസഹാക്കിനെ പരിശോധിച്ചു, യാക്കോബിനെ പരിശോധിച്ചു, യോസഫിനെ പരിശോധിച്ചു, ഇയ്യോബിനെ പരിശോധിച്ചു, അപ്പോസ്തലന്മാരെ പരിശോധിച്ചു. അവിടെ എല്ലാം വീഴാതെ, എന്നാൽ വീണ അപ്പോസ്തലനുമുണ്ട് പത്രോസ്. പക്ഷേ അവൻ വീണെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ അനുതാപ ഹൃദയത്തോടുകൂടി അവൻ മടങ്ങി വന്ന് കർത്താവിനെ വീണ്ടും വീണ്ടും മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിനോടൊപ്പം ചേർന്ന് നടക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ വീണ്ടും കർത്താവ് അവന്റെ കരത്തെ പിടിച്ച് അവനെ നടത്തുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് സ്വർഗത്തെ തുറക്കുന്ന താക്കോൽ അവന്റെ കരങ്ങളിൽ കൊടുത്തത്. കർത്താവ് ആരാണ്? ദൈവപുത്രനായ ക്രിസ്തു എന്ന് തിരിച്ച് അറിഞ്ഞതുകൊണ്ട് വീണ്ടും കർത്താവിന്റെ സന്നിധിയിൽ മടങ്ങി വന്നതുകൊണ്ട് കർത്താവ് അവന്റെ കരത്തെ പിടിക്കുവാനിടയായി തീർന്നു. അവന്റെ കരത്തെ വീണ്ടും കർത്താവ് പിടിച്ചപ്പോൾ അവൻ എന്താണ് ചെയ്തത്? അനേക അത്ഭുതങ്ങൾ അവനാൽ നടക്കുവാനിടയായി തീർന്നു. അനേക ആത്മാക്കളെ മാനസാന്തരപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. ഒറ്റ പ്രസംഗത്തിലൂടെ 3500 പേരെ സ്നാനപ്പെടുത്തുവാനിടയായി തീർന്നു. അങ്ങനെ പല 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 വീര്യപ്രവർത്തികൾ പത്രോസിനെ കൊണ്ട് കർത്താവ് ചെയ്യുവാനിടയായി തീർന്നു. ഒരിക്കലും അങ്ങനെ പത്രോസ് ചിന്തിച്ചിട്ടുണ്ടാവുമോ? ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. താൻ വിദ്യാഭ്യാസമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു, മുക്കുവനായിരുന്നു, മീൻപിടുത്തക്കാരനായിരുന്നു. ആ മീൻപിടുത്തക്കാരനായ പത്രോസിനെയാണ് കർത്താവ് പത്രോസിന്റെ കരത്തെ പിടിച്ചപ്പോൾ അവിടെ വിദ്യാഭ്യാസമോ ഒന്നും അവിടെ ആവശ്യമല്ലാതെ വന്നു. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തികൾ അവനിലൂടെ ചെയ്യുവാനിടയായി തീർന്നു. ലോകം അവസാനിക്കുന്നോളം കാലം അവന്റെ പേര് അറിയപ്പെടുന്ന രീതിയിൽ ആക്കി തീർത്തു ദൈവം. അങ്ങനെ ഓരോരുത്തരും നാം പരിശോധിക്കുമ്പോൾ കർത്താവ് കരം പിടിച്ച ഒരു വ്യക്തി പോലും, കർത്താവിനെ അനുസരിച്ച് കീഴ്പ്പെട്ട ഒരു വ്യക്തി പോലും നശിച്ചു പോയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവമക്കളെ, നാം കർത്താവിനെ കീഴ്പ്പെട്ട് കർത്താവിനെ അനുസരിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ബൈബിളിൽ, വേദപുസ്തകത്തിൽ നമ്മോട് കർത്താവ് പറഞ്ഞ ഓരോ കാര്യങ്ങളും നാം അനുസരിച്ചുകൊണ്ട് കർത്താവ് നമ്മുടെ കരത്തെ പിടിച്ച് നടത്തുവാനായിട്ട് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയവനായ കർത്താവ് നാം നനയ്ക്കുന്നതിനേക്കാൾ, നാം ചിന്തിക്കുന്നതിനേക്കാൾ, നാം ആഗ്രഹിക്കുന്നതിനേക്കാൾ, നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കർത്താവ് നമ്മെ മാനിക്കുവാൻ, നമ്മെ അനുഗ്രഹിക്കുവാൻ ഒക്കെ ഇടയായി തീരും. അതിനായി ദൈവമക്കളെ, നിങ്ങൾ ഓരോരുത്തരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് കർത്താവ് തന്നെ കരം പിടിച്ച് നടത്തുന്നതിന് വേണ്ടി കർത്താവിനെ കീഴ്പ്പെട്ട് അനുസരണയോടുകൂടി ആയിത്തീരാം. എന്നാൽ നിശ്ചയമായും കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തി മാനിച്ച് അനുഗ്രഹിക്കുവാൻ ഇടയായി തീരും. അതിനാൽ ദൈവം നിങ്ങളെ കരം പിടിച്ച് നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.